നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത്. വരുന്ന ഒക്ടോബർ 28 പാരീസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകപ്പെടുക. പ്രധാനമായും 3 താരങ്ങളാണ് ഈ അവാർഡിന് വേണ്ടി ഇപ്പോൾ പോരടിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, അതുപോലെ തന്നെ റോഡ്രി എന്നിവരാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. ഈ പുരസ്കാരത്തിന് വേണ്ടി ഒരു കടുത്ത പോരാട്ടം ഇത്തവണ നടക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരമായ കരീം ബെൻസിമ നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയലിനോടൊപ്പം ബാലൻഡിയോർ പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള താരം കൂടിയാണ് ബെൻസിമ. അദ്ദേഹം ഇപ്പോൾ പിന്തുണക്കുന്നത് വിനീഷ്യസ് ജൂനിയറെ തന്നെയാണ്. അതിനുള്ള കാരണവും ബെൻസിമ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിനീഷ്യസ് ജൂനിയർ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ ബാലൻഡിയോർ അർഹിക്കുന്നത്. ഈ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ സീസണിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മറ്റുള്ള എല്ലാ താരങ്ങളിലും മുകളിലാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിന്റെ സ്ഥാനം. ഒരു കംപ്ലീറ്റ് ഫുട്ബോളറാണ് അദ്ദേഹം. ഒരു മത്സരം തനിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് വിനീഷ്യസിനുണ്ട്. തീർച്ചയായും സഹതാരങ്ങളുടെ സഹായമുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ ക്ലബിന് ഏറ്റവും ആവശ്യമായ സമയത്ത് അദ്ദേഹം മികവിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹം അർഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നത്. എൻ്റെ ഫേവറേറ്റ് അത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. ഇതാണ് ബെൻസിമ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരുന്നു. അത് വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിനോടൊപ്പം യൂറോ കപ്പ് ഫൈനൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം റോഡ്രി ഈ ഒരു യൂറോ കപ്പ് സ്വന്തമാക്കിയതോടു കൂടിയാണ് മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.